പുന്നൂർമ സൈനുദ്ദീൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ. ഷെയർ മാർക്കറ്റ് റിവ്യൂവിൽ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ ഓഹരി 18% കഴിഞ്ഞ 2023 കണക്ക് പ്രകാരം നൽകിയിരുന്നുള്ളത്. 18% ഓഹരിയിൽ നിന്ന് നിക്ഷേപം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എവിടെ നിക്ഷേപിച്ചാൽ നമുക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. എവിടെ നിക്ഷേപിച്ചാൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. അതായത് 3 അസറ്റുകളാണ് പ്രധാനമായിട്ടും നമ്മൾ നിക്ഷേപിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെ അസറ്റ് ഓഹരി തന്നെയാണ് മിക്കവാറും ആളുകൾക്ക് തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിര നിക്ഷേപമാണ്. FD, ബാങ്ക് FD ഇതിൽ എത്ര ശതമാനം ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ എത്ര ലാഭം കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഗോൾഡിൽ എത്ര ശതമാനം ഉൾപ്പെടുത്താം, എത്ര ലാഭം കിട്ടും, ഇത്ര കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. എത്ര നേട്ടം നൽകി, മുൻകാലങ്ങളിൽ നൽകിയിട്ടുള്ള നേട്ടത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഉള്ള ഒരു അനലൈസിങ്ങാണ് നമ്മളിവിടെ നടത്തുന്നത്. അത് 3 കൊല്ലത്തെ CAGR, 3-5 കൊല്ലത്തൊക്കെ CAGR, അതായത് വാർഷിക ആദായ കണക്ക് പ്രകാരം. CAGR എന്ന് പറയുമ്പോൾ വാർഷിക ആദായ കണക്കാണ്. അത് പ്രകാരമാണ് നമ്മളിതിവിടെ അനലൈസ് ചെയ്യുന്നത്. വിദഗ്ധരുടെ അഭിപ്രായങ്ങളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതിൽ നേരത്തെ തന്നെ ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ള എന്ന് പറഞ്ഞാൽ വൈവിധ്യവൽക്കരണമാണ് നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എല്ലാ മുട്ടയും കൂടി ഒരു ബാസ്ക്കറ്റിലൂടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ വൈവിധ്യവൽക്കരണം. ഈ വൈവിധ്യവൽക്കരണത്തിൽ തന്നെ നമ്മൾ ഒരാളുടെ ഇതിൽ നിക്ഷേപിക്കുന്ന ആളുകളുടെ ഏജ്, അവിടെ വയസ്സ്, അയാൾ എത്ര കാലത്തേക്കാണ് നിക്ഷേപിക്കുന്നത്, എന്ത് തരത്തിലുള്ള നിക്ഷേപമാണോ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണോ മറ്റേ എന്തെങ്കിലും ആണോ ഉദ്ദേശിക്കുന്നത്, ഈ മക്കളുടെ കല്യാണത്തിന് കുറേ കാര്യങ്ങളുടെ ഉദ്ദേശങ്ങളുണ്ടാവും. അല്ലെങ്കിൽ വീട് വയ്ക്കുക, വാഹനങ്ങൾ വാങ്ങിക്കുക, ഇങ്ങനെ ഉദ്ദേശങ്ങൾ കൊണ്ടാണ് ദീർഘകാലത്തേക്ക് ആളുകൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇത്തരം നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ എത്ര ശതമാനം കാശ് എന്തിലൊക്കെ നിക്ഷേപിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അതിലേറ്റവും കൂടുതൽ നമുക്ക് ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു നിക്ഷേപ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതിലെന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നത് നമുക്കതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ പറയട്ടെ, നമ്മളുടെ ഇത് ഒരു നിർദ്ദേശമല്ല, സ്റ്റോക്ക് വാങ്ങാനുള്ള റെക്കമെൻഡേഷൻ അല്ല. എല്ലാവരും സ്വന്തം റിസ്കിൽ അവരുടെ രീതിയിൽ ഇതിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അനലിസ്റ്റുകളുമായിട്ട്, നിങ്ങളുടെ ബ്രോക്കേഴ്സുമായിട്ട് സംസാരിച്ച് അതിൽ നിങ്ങളുടെ ഒരു നിരീക്ഷണത്തിലൂടെ, ഒരു പഠനത്തിലൂടെ വേണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ചില പഠനങ്ങളാണ്. നമ്മുടെ 10-20 വർഷത്തെ ഇന്ത്യയിൽ തന്നെ പ്രമുഖ ബ്രോക്കറേജുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്തിട്ട് ICICI ഡയറക്റ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ സിറോദയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ DBFS, ഇങ്ങനെ കുറേ കമ്പനികളിലായിട്ടുള്ള ഒരു റിസർച്ചിൻ്റെ ഇതിലൂടെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ NSEയുടെ 5-6 സർട്ടിഫിക്കറ്റുകൾ, ചാർട്ട് അനലൈസിസ്, അതുപോലെ ടെക്നിക്കൽ അനാലിസിസ്, ഇങ്ങനെ 4-5 സർട്ടിഫിക്കറ്റും കിട്ടണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്, നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടും തന്നെയാണ് വിചാരിക്കുന്നത്. പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഉചിതമായിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. ഇതൊക്കെയാണ് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റോക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയുണ്ടോ നോക്കാം. ഇപ്പോൾ ദീർഘകാലത്തെ ഒരു നിക്ഷേപമാണെങ്കിലും ഈ പണപ്പെരുക്കത്തേക്കാൾ പണത്തിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ല, പണത്തിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ നമ്മളിപ്പോൾ 10 കൊല്ലം മുമ്പത്തെ ആ പണത്തിൻ്റെ വാല്യൂ അല്ല ഇപ്പോൾ 2024 എത്തുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരും. അപ്പോൾ അതിന് പണപ്പെരുപ്പം എന്നാണല്ലോ പറയുന്നത്. പണപ്പെരുപ്പം അങ്ങനെ വരുമ്പോൾ ഈ ആദായം അങ്ങനെ പദ്ധതികളിൽ നിന്നായിട്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലത്ത്, ഉദാഹരണത്തിന് കോവിഡിൻ്റെ ശേഷം ഈ പണലഭ്യത കൂടി, ആളുകൾക്ക് പണലഭ്യത കൂടി. അതുപോലെ തന്നെ ഈ പ്രതിസന്ധികൾ അതിജീവിക്കാൻ കുറേ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചു. ഈ പദ്ധതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, ഉത്തേജന പദ്ധതികളുടെയൊക്കെ അടിസ്ഥാനത്തിലേക്കാണ് ശരിക്ക്, അതുപോലെ പണലഭ്യത കൂടി, ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് കുറച്ചു, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായതുകൊണ്ടാണ് അതിൽ ഈ മാർക്കറ്റിൽ വലിയ കുതിപ്പുണ്ടായത്. പക്ഷെ അതിനുശേഷം 2022 എത്തുമ്പോൾ റഷ്യൻ-ഉക്രൈൻ യുദ്ധം ഉണ്ടായതോടുകൂടിയിട്ട് അത് വിപണിയെ വല്ലാതെ ബാധിച്ചു. പിന്നെ അതിനെ തുടർന്ന് അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിൽ വിവിധ രാജ്യങ്ങളുടെ ഫെഡറൽ ബാങ്കുകൾ, കേന്ദ്ര ബാങ്കുകൾ പണപ്പെരുപ്പത്തെ ചെറുക്കാൻ വേണ്ടി, ഇൻഫ്ലേഷനെ ചെറുക്കാൻ വേണ്ടി തന്നെ നിരവധി ഇതെല്ലാം ബാങ്ക് ഇൻട്രസ്റ്റിൽ കുത്തനെ കൂട്ടി.
അപ്പോൾ ആളുകൾ മറ്റുള്ള ഇതിലേക്ക് കടം എടുത്തിട്ട് ചിലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ളൊരു ഒരു വിദ്യയാണത്. പിന്നെ ആഗോളതലത്തിലുണ്ടായാലും അനിശ്ചിതത്വം, ഈ അനിശ്ചിതത്വം മാസങ്ങളോളം വിപണിയെ വേട്ടയാടുണ്ടായിട്ടുണ്ട്. അതേസമയം പിന്നീട് എന്താ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ഉയരം കുറിച്ചുകൊണ്ട് വിപണി 2023 കടന്നുപോയി. 2023 എത്തുമ്പോഴേക്കും റെക്കോർഡ് ഉയരമാണ് കുതിച്ചിട്ടുള്ളത്. ഇത് 21,500 മേലെ നിഫ്റ്റിയും പോയി, അതുപോലെ തന്നെ 72,000 മേലെ സെൻസെക്സും ഉയരുണ്ടായി. അപ്പോൾ അതിൽ വളരെ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഓഹരിയൊക്കെ വീണ്ടും അതിൻ്റെ ശക്തി തെളിയിച്ചു, അത് നല്ലൊരു നിക്ഷേപമാണെന്നുള്ളത് ബോധ്യപ്പെട്ടു. അപ്പോൾ ഓഹരി കൂടാതെ തന്നെ നമുക്ക് മറ്റ് മ്യൂച്വൽ ഫണ്ട്, ETF ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് നിക്ഷേപിക്കാൻ കഴിയും. അത് നമുക്ക് ദീർഘകാലത്തേക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 2023 ഓഹരിയിൽ നിന്ന് ലഭിച്ച കണക്ക് നോക്കുകയാണെങ്കിൽ 2003 ഓഹരി സെൻസെക്സ് അതേപോലെ നിഫ്റ്റിയുടെ ഒക്കെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ 3 കൊല്ലത്തെ CAGR വെച്ചിട്ടാണ്. അപ്പോൾ CAGR ഒരു കൊല്ലത്തെ പരിശോധിക്കുകയാണെങ്കിൽ 18.74% കൊടുത്തിട്ടുള്ളത്. മൊത്തം ഈ സെൻസെക്സ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഒരു വളർച്ച 18.74%. അതേസമയത്ത് അതൊരു 3 വർഷത്തേക്കുള്ള പരിശോധിക്കുകയാണെങ്കിൽ 14.8%, 5 വർഷത്തേക്ക് 14.9% കാണാൻ പറ്റും. 10 വർഷത്തേക്ക് നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ 13% സെൻസെക്സ് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിരന്തരമായിട്ടൊരു നല്ല ഒരു നേട്ടം ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത്. കാരണം അത് നമ്മൾ ഇത് എപ്പോഴും പറയാറുണ്ട്, ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്രസ്വകാലത്തേക്ക് വേണ്ടിയുള്ളതല്ല, ദീർഘകാലത്തേക്ക് 2, 3, 5, 4, 5 ഒക്കെ വരെ വർഷങ്ങൾക്ക് കണക്കാക്കിയിട്ട് വേണം നമ്മൾ നിക്ഷേപിക്കാൻ. കാരണം ഒരു വർഷം ചിലപ്പോൾ കൂടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം ചിലപ്പോൾ കുറഞ്ഞേക്കാം. ഇനി കുറവിനെ വീണ്ടും ആ കുറഞ്ഞ കാശിനെ വിറ്റുഴിയാതെ വീണ്ടും നമ്മൾ കാത്തുനിന്ന് അതിൻ്റെ പിറ്റത്തെ വർഷം, അതല്ല അതിൻ്റെ പിറ്റത്തെ വർഷം എന്തായാലും ഇത് കൂടി നല്ല നിലയിലേക്ക് വലിയൊരു ഇതിലേക്ക് പോകും. ആവറേജ് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാൽ 14-15 ആവറേജ് 3 കൊല്ലത്തേക്ക് 4 കൊല്ലത്തേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചില കൊല്ലങ്ങളിൽ 20, 30, 40 ചില സ്റ്റോക്കുകൾക്ക് നല്ല കൂടുതലുണ്ടാവും. അപ്പോൾ കൂടുതൽ റിസ്ക് എടുക്കാത്തവർക്ക് ഈ മ്യൂച്വൽ ഫണ്ടുകളും ചെയ്യാം, അതും സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ ഇൻഷുറൻസുകൾ, യുലിപ്പ് ഇൻഷുറൻസുകൾ ചെയ്യാം, പക്ഷേ ഇൻഷുറൻസിൽ നിന്ന് വരുമാനങ്ങൾ കുറയും. പിന്നെ നമുക്ക് അടുത്ത ഗോൾഡാണ് ഇതിൽ പരിശോധിക്കാനുള്ളത്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു നേട്ടം ഉണ്ടായിട്ട് നോക്കുക. ഒരു വർഷത്തെ ആദായം പരിശോധിക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്ത റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പവൻ്റെ ഇപ്പോഴത്തെ വില, ഏകദേശം വില 47,000, ഇത് ചെയ്യുമ്പോഴുള്ളൊരു വിലയാണ് 47,000 ഇന്ത്യൻ രൂപയാണ്. ഇപ്പോൾ ജനുവരി ആദ്യ വാരത്തിലാണ് നമ്മൾ ചെയ്യുന്നത് 2024. അപ്പോൾ 47,000 രൂപ സ്വർണത്തിനായിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണത്തിന് ഇനി കുറേശ്ശെ കുറഞ്ഞു വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കുകളുടെ വില കൂടുമ്പോൾ സ്വർണത്തിന് സ്വാഭാവികമായിട്ടും വില കുറയും. സ്റ്റോക്കുകളുടെ വില കുറഞ്ഞു വരികയാണെങ്കിൽ, മാർക്കറ്റ് കുറഞ്ഞ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് അതുപോലെ മറ്റ് അസറ്റുകളുടെയൊക്കെ വില, സ്വർണം, വെള്ളി ഇതൊക്കെ വിലകൾ കുറഞ്ഞു വരുമ്പോൾ കൂടി വരും. സ്റ്റോക്കിൻ്റെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ബോണ്ടുകളുടെയൊക്കെ വില കുറഞ്ഞു വരുമ്പോൾ സ്വർണത്തിന് കൂടും. സ്വർണം, വെള്ളി അങ്ങനെ ഉള്ള മെറ്റലുകൾക്കും അതൊക്കെ സ്വാഭാവികമായിട്ടും വില കൂടാണ് ചെയ്യുക. ഇപ്പോൾ സ്വർണത്തിന് ഇപ്പോൾ നല്ല റിട്ടേണാണ് കിട്ടിയിട്ടുള്ളത്. അതേസമയം മറ്റ് മെറ്റലുകൾ, വെള്ളി, കോപ്പർ ഇതൊന്നും അത്ര ഒരു അപ്രിസിയേഷൻ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് സ്വർണത്തിലേക്ക് നമ്മൾ പരിശോധിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ഏകദേശം ഒരു കഴിഞ്ഞ വർഷം 2023 14.39 റിട്ടേണാണ് സ്വർണം നൽകിയിട്ടുള്ളത്. എക്കാലത്തും ഉയർന്ന റിട്ടേണാണ്. സാധാരണ ഒരു 3%, 4%ഒക്കെയാണ് സ്വർണം റിട്ടേൺ തരാറുള്ളത്. പക്ഷേ ഇപ്പോൾ സ്വർണത്തിലേക്ക് ആളുകൾക്ക് താല്പര്യം കൂടി, അതിനനുസരിച്ചിട്ട് വിൽക്കലും വാങ്ങലും കൂടിയതുകൊണ്ടായിരിക്കണം സ്വർണത്തിന് ഇപ്പോൾ 14.3% കൂടുതലായിട്ടുള്ളത്. പിന്നെ യുദ്ധം കുറേ, യുക്രൈൻ റഷ്യ വാറ് കുറച്ച് പ്രതിഫലിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴും ആളുകൾ മറ്റ് അസറ്റുകളിൽ നിന്നൊക്കെ മാറി സ്വർണത്തിലേക്ക് വരികയുണ്ടായിട്ടുണ്ട്. അതൊക്കെ കൂടിയാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണെന്ന് കാണുന്നത്. ഇപ്പോൾ ഒരു 3 വർഷത്തെ റിട്ടേൺ എടുക്കുകയാണെങ്കിൽ 8.13%, 5 വർഷത്തിൽ 14.85%, അതേസമയത്ത് തന്നെ 10 വർഷത്തേക്ക് 7.3% സ്വർണത്തിൻ്റെ ഒരു റിട്ടേൺ ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്തൊരു നിക്ഷേപം എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് പറഞ്ഞോട്ടെ, നമ്മൾ നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആകെത്തുക നിക്ഷേപിക്കുന്നതിൻ്റെ 10-15% നമ്മൾ ഗോൾഡിൽ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ലൊരു വിഹിതം തന്നെ FDയിൽ നിക്ഷേപിക്കണം പറ്റണം. FD ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ നിക്ഷേപിക്കാൻ പറ്റും. ബാക്കിയാണ് നമ്മൾ ഈ സ്റ്റോക്കുകളിലും സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും ഇങ്ങനെ മറ്റ് കടപ്പത്രങ്ങളിലൊക്കെ നിക്ഷേപിക്കാൻ നല്ലത്. അപ്പോൾ ഈ FD നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ FD യഥാർത്ഥത്തിൽ നേട്ടം കുറവാണ്. പക്ഷേ നേട്ടം കുറവാണെങ്കിലും
ഇത് നമ്മളൊരു വലിയ ദീർഘകാലത്തേക്കല്ലാതെ ഒരു വർഷത്തേക്കൊക്കെയാണ് സാധാരണ FD ഇടുന്നത്, പിന്നെ കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്കൊക്കെ നമ്മൾ ആവശ്യമുള്ള പണമാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ FD ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ നേട്ടം. ഇപ്പോൾ ഉദാഹരണത്തിന് പല ബാങ്കുകളും 9% കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ചിലത് അത് 8, 7.5, നല്ല ബാങ്കുകൾ 7.5% കൊടുക്കുന്നുണ്ടാവുള്ളൂ. 7, 8% ചില ബാങ്കുകൾ ഈ സഹകരണ ബാങ്കുകളൊക്കെ പലപ്പോഴും 9% വരെ കൊടുത്തിട്ടുണ്ട്. 9, 9.5 കൊടുക്കുന്ന ബാങ്കുകളുണ്ട്. അപ്പോൾ ഈ നല്ലൊരു ശതമാനം FDയിലേക്ക് മാറ്റി ഇതിലും വെക്കണം. FDയിലും ഉണ്ടെങ്കിൽ മാത്രമാണ് കാശ് പെട്ടെന്ന് തിരിച്ചെടുക്കാനും കാര്യങ്ങളും. പിന്നെ അത്യാവശ്യമുള്ള കാശ് കൊണ്ടുപോയിട്ട് FDയിലോ അല്ലെങ്കിൽ സ്റ്റോക്കുകളിലൊന്നും ഇടാനും പാടില്ല. നമുക്കൊരു വർഷത്തിനുള്ളിൽ എടുക്കേണ്ട കാശാണ്, അല്ലെങ്കിൽ ഒരു 5-6 മാസം കൊണ്ട് അത്യാവശ്യമുള്ള കാശാണെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിലൊരു ഫണ്ട് ബാങ്കിൻ്റെ സാധാരണ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അക്കൗണ്ടിൽ എപ്പോഴും പിൻവലിക്കാവുന്ന രീതിയിൽ കുറേ കാശ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാനാണെങ്കിലും ഗോൾഡിൽ നിക്ഷേപിക്കാനാണെങ്കിലും ഓരോരോ വാർത്തകളൊക്കെ വരുമ്പോൾ, എന്തെങ്കിലും യുദ്ധങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഈ ബഡ്ജറ്റ് വരുമ്പോൾ, ഗവൺമെൻറ് മാറുമ്പോൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പലപ്പോഴും എന്തുണ്ടാവും, ഈ വിലകളിൽ വ്യതിയാനം വരും, നല്ല താഴോട്ട് വരും. ചിലപ്പോൾ ഈ താഴോട്ടൊക്കെ വില വരുമ്പോൾ നല്ല സ്റ്റോക്കുകൾ, നല്ല മ്യൂച്വൽ ഫണ്ട് ഒക്കെ വാങ്ങിക്കാം. അതിൽ സ്വർണ്ണത്തിന് വില കുറയണമെങ്കിൽ അത് വാങ്ങിക്കാം. ഇങ്ങനെ എപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആകെത്തുകയുടെ നിങ്ങളൊരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിനിപ്പോൾ എത്ര കുറഞ്ഞ കാശാണെന്ന് നിങ്ങൾക്ക് നിക്ഷേപിക്കാം. 1000 രൂപയ്ക്ക് നിക്ഷേപിക്കാം ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ. അതിലും കുറഞ്ഞ ഓഹരികളും വാങ്ങിക്കാം. അപ്പോൾ ഒരു 10 ലക്ഷം, ഒരു ഉദാഹരണം പറയുന്നത്, ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു 3 ലക്ഷം എപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഉണ്ടായിരിക്കുകയാണ് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊതുവെ അങ്ങനെ ഒരു കണക്കുകളൊന്നുമില്ല, അത് ഓരോരുത്തർ താല്പര്യമാണ്. ഇത്രയും ക്യാഷ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ SIP ചെയ്യാൻ പറ്റും. SIP ചെയ്യാൻ പറ്റും, ഡിപ്പോൺ ബൈ വാങ്ങിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അതല്ല, കാശിന് മുഴുവൻ മേടിക്കണമെങ്കിലും പെട്ടെന്ന് നമുക്ക് ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളുണ്ട്, ഫണ്ടുകളുണ്ട്. ലിക്വിഡിറ്റി ഉള്ളതിൽ മാത്രം അത്തരം കാശ് നിക്ഷേപിക്കുക. എന്തായാലും കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള കാശ് നമ്മളെപ്പോഴും മാറ്റി വയ്ക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ ബാങ്ക് FD എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ആദ്യം കാലങ്ങളിലൊക്കെ ഒരു വർഷത്തിന് മാത്രമേ അതിനൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നുള്ളൂ ബാങ്ക് FDക്ക്. കാരണം ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ കാശ് പോകും. ബാങ്ക് പൊളിഞ്ഞാൽ ഒരു വർഷത്തേക്ക് കിട്ടും. അത് മാറി 3 വർഷത്തേക്കായി പിന്നീട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം നമുക്ക് 5 വർഷത്തെ നിക്ഷേപം, 5 വർഷം, സോറി, അതിൻ്റെ 5 വർഷത്തെ നിക്ഷേപം, 5 വർഷത്തെ ഇൻഷുറൻസ്, 5 ലക്ഷം രൂപയുള്ള, ക്ഷമിക്കണം, 5 ലക്ഷം രൂപയുള്ള ഇൻഷുറൻസ് പരിഗണനയാണുള്ളത്. നേരത്തെ 1 ലക്ഷം 2 ലക്ഷമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എത്ര കാശ് കൊണ്ട് നിക്ഷേപിച്ചാലും നമുക്ക് ഈ ബാങ്കിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെന്നുള്ളതെന്ന് വെച്ച് ആ നിക്ഷേപിച്ച കാശ് സ്വാഭാവികമായിട്ടും നമുക്ക് നഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ നമ്മൾ 5 ലക്ഷം രൂപ വരെ കുഴപ്പമില്ല. 5 ലക്ഷം നമ്മൾ ഇട്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 5 ലക്ഷം നമുക്ക് കിട്ടും. നമ്മൾ ആ സമയത്ത് 10 ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം കിട്ടി, ബാക്കി 5 ലക്ഷത്തിന് ഇൻഷുറൻസ് ഇല്ല. അത് കിട്ടുന്ന കാര്യം ബാങ്ക് പിന്നീട് നേരെ ആവുകയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ബാങ്കുകൾ കേടുവരാനൊക്കെ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ FD ഇടാതിരിക്കേണ്ട കാര്യമില്ല, എല്ലാവരും ഇടുന്നുണ്ട്. പക്ഷേ ഒരു ബാങ്കിലല്ലാതെ 1-2 ബാങ്കുകളിലൊക്കെ ആയിട്ട്, നല്ല ബാങ്കുകളിലായിട്ട് നിക്ഷേപം നടത്തുന്നതായിരിക്കും നല്ലത്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കുറേ ആളുകൾക്ക് ഇതൊക്കെ അറിയാം, പിന്നെ അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കാണ് 3 വർഷത്തെ CAGR വെച്ചാണ് നമ്മളിത് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ FD ആണെങ്കിൽ നമ്മളിത് ബാങ്കുകളുടെ മുൻകാല പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൻ്റെ ആഭ്യന്തര വില നിലവാരം, അതൊക്കെ വെച്ചിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് നമുക്ക് ചാർട്ട് പരിശോധിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആ ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന സാമ്പത്തിക സാക്ഷരത യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് ചാർട്ടിലേക്ക് തുറന്ന്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിഫ്റ്റി, നമുക്കിപ്പോൾ നിഫ്റ്റിയുടെ ഒരു CAGR ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഒരു 2000, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2023 ജൂലൈയിൽ നിന്ന് ആണ് തുടങ്ങുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2022 ഉള്ളതാണെന്നുണ്ടെങ്കിൽ 2022 ഡെയിലി ഇതാണ് കാണിക്കുന്നത്. 2022 നവംബർ ഇപ്പോൾ 18,860 ഉണ്ടായി. അതിങ്ങനെ കൂടി വന്നിട്ട് അതിങ്ങനെ കൂടി വന്ന് പിന്നെ കയറി 2023 മാർച്ച് ആകുമ്പോഴേക്കും പിന്നെ 12,200 കയറി. അപ്പോൾ അത് വീണ്ടും ഒരു 2023 തന്നെ ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കിന്
വീണ്ടും കയറി ഒരു വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് പോയി 20,000-ലേക്ക് വന്നു. അപ്പോൾ അതേസമയം 70,000-ലേക്ക് സെൻസസും പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വീണ്ടും ഉയർന്നു. പിന്നെ ഇവിടെ നിന്ന് ഒരു ജമ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് 2023 ഡിസംബറിൽ അത് ഉയർന്ന നിലവാരത്തിലേക്ക് വളരെ ഉയർന്ന 20,000-300 20,000 20,200 ഇതിങ്ങനെ 20,200-ലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വളർച്ചയാണ്. അത് മൊത്തത്തിലൊരു കണക്കാണ് 18% എന്ന് പറയുന്നത് അതിൻ്റെ CAGR. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കിട്ടുന്നത്. പിന്നെ ഗോൾഡ് ഒക്കെയാണ് നോക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ നമുക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ ചാർട്ട് കിട്ടുമെന്ന് നോക്കാം. അതിൻ്റെ കമ്പാരിസൺ ചാർട്ട് ഗോൾഡ് FD നമുക്ക് അറിയാലോ, ഒരു 9%, 9.5% ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ ചാർട്ട് കിട്ടുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ചാർട്ട് നമുക്ക് കാണുന്നത്. അതായത് 18.7% ആണ് ഇത്. നീല കളറിലുള്ളത് നമുക്ക് ഇക്വിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് യെല്ലോ കളറിലുള്ളത് മഞ്ഞലോഹം തന്നെ 14.39% ഒരു ഇയറിൻ്റെ. അതേ സമയത്ത് ഈ ഗ്രീൻ കാണിക്കുന്നത് FD ആണ്. 6.1% ഒരു ഇയറിൻ്റെ. അത് 3 ഇയറിലേക്ക് വരുമ്പോൾ 3 ഇയറാണ് ഇവിടെ കാണിക്കുന്നത്. 3 ഇയറിൽ വരുമ്പോൾ ഇക്വിറ്റി 14.8%. അതേസമയത്ത് ഗോൾഡ് 8.13%, പിന്നെ FD 5%. ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. 5 വർഷത്തിൻ്റെ ഈ ഗോൾഡ് ഇതിനോടൊപ്പം വന്ന് നിൽക്കുകയാണ്, ഈ ഇക്വിറ്റിയോടൊപ്പം വന്ന് നിൽക്കുകയാണ്. 14.9 14.85 ഗോൾഡും വന്ന് നിൽക്കുന്നുണ്ട്. FD അതേപോലെ തന്നെ, FD 6.8% തന്നെ. എന്നിട്ട് 10 വർഷത്തിൻ്റെ CAGR-ലേക്ക് പോകുമ്പോൾ, 10 വർഷത്തിൻ്റെ ആവറേജിലേക്ക് പോകുമ്പോൾ 13% നമുക്ക് ഈ സെൻസെക്സ് തന്നിട്ടുള്ളത്, അതായത് ഇക്വിറ്റി. അത് സമയത്ത് ഗോൾഡ് 7%, 7.3. പക്ഷേ ഗോൾഡ് അപ്പോഴും നല്ല മികച്ച നിലവാരം തന്നെ തരുന്നത്. ചില വർഷങ്ങളിലൊക്കെ 4.5% പോകുന്നുണ്ട്. അതേ സമയത്ത് 10 വർഷത്തെ നമ്മുടെ FD, ബാങ്കിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നോക്കുമ്പോൾ 9%. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം. നിങ്ങളിതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ പങ്കാളികളാവണം. ലൈക്ക് ചെയ്യണം, ആളുകളിലേക്ക് എത്തിക്കണം. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യണം. ഇതൊക്കെയാണ് പറയാനുള്ളത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഞാൻ പുന്നയൂർക്കുളം സൈനുദ്ദീൻ, സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.